ഞാൻ വളരെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസ കാലം മുതലേ റബ്ബർ ബഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ടിരുന്നു. റബ്ബർ ബഡ്ഡിങ് കണ്ട് അതിനോടൊരു താല്പര്യം തോന്നുകയും ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് തന്നെ കരിമ്പ പ്ലാന്റേഷനിൽ റബ്ബർ ബഡ്ഡിങ്ങിനായി ഒരു ചെടി മറ്റൊരു ചെടിയിലേക്ക് യോജിപ്പിക്കുന്ന ആ ബഡ്ഡിങ് സിസ്റ്റം അത് നമ്മളെ വലിയ ആകർഷണമാക്കി ആ രംഗത്തേക്ക്. അപ്പോൾ ബഡ്ഡിങ് രംഗത്ത് അത് കണ്ട് അതിന് താല്പര്യമായി ബഡ്ഡിങ്ങിലൂടെ ആ തൊഴിൽ സ്വീകരിക്കുകയും അതിനുശേഷം അത് റബ്ബർ നഴ്സറിയുടെ പ്രവർത്തനവുമായി ഈ കഴിഞ്ഞ 34 വർഷമായിട്ട് റബ്ബർ നഴ്സറി രംഗത്ത് പ്രവർത്തിക്കുകയാണ്. റബ്ബർ നഴ്സറി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 34 വർഷമായി. ഈ 34 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ വെളിയിൽ പല സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്തു. റബ്ബർ ബോർഡിൻ്റെ കെയർ ഓഫിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്, ട്രൈബൽ, അതുപോലെ എസ്റ്റേറ്റുകൾക്ക്, സാധാരണ കർഷകർക്ക്, ചെറുകിട കർഷകർക്ക് ഒക്കെ തൈകൾ വിതരണം ചെയ്തു. അതാത് കാലങ്ങളിൽ റബ്ബർ ബോർഡ് ഇറക്കുന്ന ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള തൈകൾ നമ്മുടെ നഴ്സറിയിൽ എത്തിക്കുകയും അത് ഡെവലപ്പ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് റബ്ബർ നഴ്സറി എന്ന നിലയിൽ നമ്മൾ ചെയ്തു വരുന്നത്. മുപ്പത്തഞ്ച് ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെങ്കരയുണ്ട്, വിയക്കുറിശിയിലുണ്ട്, എടക്കുറിശിയുണ്ട്. റബ്ബർ കൃഷി ചെയ്യുന്നത് രാജ്യത്തിന് തന്നെ ഒരുപാട് വികസനത്തിന് സാധ്യത ഒരുക്കുന്നതാണ്. റബ്ബർ കൃഷി മേഖലയിലേക്ക് ഈ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ ഇന്നും ഇന്ത്യയിലെ കർഷകർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മലം പ്രദേശങ്ങളിലാണ് പശ്ചിമഘട്ട പ്രദേശങ്ങളിലാണ് റബ്ബർ കൃഷി വ്യാപകമായി കർഷകർ ചെയ്തു വരുന്നത്. റബ്ബർ തൈ നമ്മൾ വിവിധ തരങ്ങളിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വിവിധ തരങ്ങളിൽ എന്ന് പറഞ്ഞാൽ യങ് ബഡ്, ഗ്രീൻ ബഡ്, ബ്രൗൺ ബഡ്, അതൊക്കെ ഓരോ തരത്തിൽ നഴ്സറിക്കാർ തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരുകളാണ്. യങ് ബഡ് എന്ന് പറഞ്ഞാൽ തൈകൾ കൂടയിൽ കുരുവിട്ട് മുളപ്പിച്ച് കൂടയിൽ നിർത്തി ബഡ് ചെയ്ത് 1 മാസം കഴിയുമ്പോൾ ബഡ്ഡിങ് ആരംഭിക്കും. ഒരു 3 മാസത്തിനുള്ളിൽ ബഡ്ഡിങ് കഴിഞ്ഞ് 6 മാസം ആകുമ്പോൾ അത് കട്ട് ചെയ്ത് വിട്ട് മുളപ്പിച്ച് വരുന്നതാണ് യങ് ബഡ് പോളി ബാഗ് തൈകൾ എന്ന് പറയുന്നത്. ഗ്രീൻ ബഡ് എന്ന് പറയുമ്പോൾ തവാർണയിൽ തൈ പാകി 3 മാസം കഴിഞ്ഞ് ബഡ് ചെയ്ത് 6 മാസം കഴിയുമ്പോൾ പറിച്ച് കൂടയിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്രീൻ ബഡ് തൈകൾ. ബ്രൗൺ ബഡ് എന്ന് പറയുമ്പോൾ തൈകൾ തവാർണയിൽ പാകി 1 വർഷം കഴിഞ്ഞ് ബഡ് ചെയ്ത് അത് 5-6 മാസം കഴിഞ്ഞ് പറിക്കുമ്പോൾ ഈരാണ്ടൻ തൈ എന്ന് പറഞ്ഞ് വിൽക്കുന്നതാണ് ബ്രൗൺ ബഡ് തൈകൾ. റബ്ബർ നഴ്സറിക്കാർ വിവിധ തരങ്ങളിൽ തൈ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്ന രീതിക്ക് പറയുന്ന പേരുകളാണ് ഇത്. ഇനത്തിൽ മാറ്റം വരുമ്പോഴേ ഗുണത്തിൽ മാറ്റം വരുള്ളൂ. ഇനം എന്ന് പറയുമ്പോൾ 105, 414, 430, 422, 417 ഇതൊക്കെ വ്യത്യസ്തമായ ഇനങ്ങളാണ്. നമ്മുടെ നഴ്സറിയിൽ എല്ലാ ഇനത്തിൽപ്പെട്ടതും യങ് ബഡ്, ഗ്രീൻ ബഡ്, ബ്രൗൺ ബഡ്, പല തരത്തിലുള്ള തൈകൾ, നമ്മുടെ പല വളർച്ചയിലുള്ള തൈകൾ, ഏതൊരു കർഷകൻ വന്നാലും നല്ല ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ തൈകൾ തയ്യാറാക്കിയിട്ടുണ്ട്.
റബ്ബർ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഏതൊരു കർഷകനും താൻ റബ്ബർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കാട് വെട്ടിത്തെളിച്ച് ആദ്യം ചെയ്യേണ്ടത് ലൈൻ എടുക്കുന്ന പണിയാണ്. ലൈൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിരന്ന സ്ഥലമാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. 15 അടി അകലത്തിൽ 2.5 അടി വലിപ്പമുള്ള താഴ്ച വിസ്തീർണമുള്ള കുഴികളാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരേക്കറിൽ 200 കുഴികൾ തയ്യാറാക്കാൻ കഴിയും. ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ 10-20 എന്ന അളവിൽ അല്ലെ 18-12 എന്ന അളവിൽ എങ്ങനെ ഈ അളവ് എടുത്താലും ഒരേക്കറിൽ 200 തൈയാണ് വരുന്നത്. അങ്ങനെ 2.5 അടി കുഴിയെടുത്ത് മേൽമണ്ണ് ഉപയോഗിച്ച് മൂടി തയ്യാറാക്കുക. തൈകൾ വെക്കുന്നതിന് മുമ്പായി കുഴി മൂടിയതിൻ്റെ മുകളിൽ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, രാജ്ഫോസ് ഒരു അരക്കൊട്ടയോ 1 കൊട്ടയോ ചാണകപ്പൊടി ലഭ്യതയ്ക്കനുസരിച്ച് ചാണകപ്പൊടി മണ്ണിൻ്റെ മുകളിലിടുക. നമ്മളുടെ നഴ്സറി ആരംഭിച്ചതിന് ശേഷം റബ്ബറിൻ്റെ വില തകർച്ച പലതവണ ഉണ്ടായി, പലതവണ നന്നായി വില ഉയരുകയും അപ്പോൾ ഈ റബ്ബർ കൃഷിയുടെ പ്രതിസന്ധികളിൽ എല്ലാം കടന്ന് പോകുന്ന കഴിഞ്ഞ 34 വർഷമായി നടത്തിക്കൊണ്ടുവരുന്ന നഴ്സറിയാണ് ഞങ്ങൾ. ഈ കേരളത്തിൻ്റെ അകത്തും പുറത്തും പിന്നെ കർണാടകയിലെ സുള്ളിയ, ദോടത്തോട്ട, കക്കിഞ്ച, എന്നാർപുരം, ചീരാടി, ധർമ്മസല, സാഗർ, കുന്താപുരം, അത് കഴിഞ്ഞ് ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ സാമന്തവാടി, കൺകവലി, ബാന്ത തുടങ്ങിയ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കൊങ്കൺ ബെൽറ്റിൽ ഞങ്ങൾ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ തൈകൾക്ക് ധാരാളം ഓർഡറും ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ ധാരാളം വന്ന് തൈ കൊണ്ടുപോകുന്നുണ്ട്. കോട്ടയം ജില്ല പോലെ തന്നെ കേരളത്തിൽ റബ്ബറിന് ഏറ്റവും യോജിച്ച കാലാവസ്ഥയുള്ള പ്രദേശമാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത്. 58.44 ചതുരശ്ര കിലോമീറ്ററാണ് ഈ പഞ്ചായത്തിൻ്റെ വിസ്തൃതി. ഇതിൽ റബ്ബർ ഏകദേശം 2010 ഹെക്ടറോളം റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്. ധാരാളം ചെറുകിട നാമമാത്ര കർഷകർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ഉൽപ്പാദനവും ലാഭകരമായത് കാരണം കൂടുതൽ കൃഷിക്കാർ ഈ രംഗത്തേക്ക് റബ്ബർ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം റബ്ബർ നഴ്സറികൾ ഈ ഭാഗങ്ങളിൽ കരിമ്പ, കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശ്രീ ജേക്കബ് ചാലിങ്ങിൻ്റെ ഉടമസ്ഥയിലുള്ള ചാലിങ്കൽ റബ്ബർ നഴ്സറി നല്ല റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഇന്ന് പുറത്തേക്കും ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളിലേക്കും ഇവിടെ നിന്ന് റബ്ബർ തൈ കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ റബ്ബർ ബോർഡിലേക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രൈബൽ എക്സ്റ്റൻഷൻ ST പ്രോജക്റ്റിലേക്കും പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്കും ഇവിടെ നിന്നും റബ്ബർ തൈകൾ വിതരണം നടത്തുന്നുണ്ട്. അതിന് റബ്ബർ ബോർഡ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നും തൈകൾ എടുക്കാൻ വേണ്ടിയുള്ള കരാറിൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. Oh,
ഞങ്ങളുടെ റബ്ബർ നഴ്സറി ചെയ്യുന്നത് മാർത്താണ്ഡത്ത് നിന്ന് ഏറ്റവും നല്ല ആരോഗ്യമുള്ള റബ്ബർ കുരു കൊണ്ടുവന്ന് ഇവിടെ പാകി മുളപ്പിച്ച് മുട്ടാകുന്ന സമയത്ത് എടുത്ത് തവാർണയിലോ കൂടയിലോ എവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ നഴ്സറിയിലും വളരെ ചെറുപ്പത്തിൽ മുട്ടാകുന്ന സമയത്ത് തന്നെ വെച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ ധാരാളം വിവിധ തരത്തിലുള്ള വിവിധ ഇനത്തിലുള്ള നല്ല ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് തൈ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റബ്ബർ ബോർഡ് ആവശ്യമുള്ള തൈകൾ ഞങ്ങൾക്ക് കാഞ്ഞങ്ങാട് റബ്ബേഴ്സ് മുഖാന്തരം നമുക്ക് ഓർഡർ നൽകുന്നു. അവർ നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം തൈ എടുക്കുന്നു. പിന്നെ മെറ്റ് റബ്ബർ ബോർഡിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉൾപ്പെടെ നമ്മൾ തൈ വിതരണം ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ബഡ്വുഡ് വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 34 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ അറിവനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിത്ത് മുതൽ വിപണി വരെ എന്ന പുസ്തകം ഞാൻ തയ്യാറാക്കിയത്. ഈ വിത്ത് മുതൽ വിപണി വരെ എന്ന പുസ്തകം തയ്യാറാക്കുകയും ഇത് ഒരു പ്രബന്ധമായി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്ത് കൾട്ടിവേഷൻ ആൻഡ് മാർക്കറ്റിങ്ങിന് ഡോക്ടറേറ്റ് ലഭിക്കാനുള്ള യോഗം അല്ലെങ്കിൽ ഭാഗ്യം എനിക്കുണ്ടായി. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു റബ്ബർ കർഷകന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ ഏറെ സന്തോഷം എനിക്കുണ്ട്. ഡോക്ടറേറ്റ് ലഭിച്ചതിൻ്റെ തുടർച്ചയായി നിരവധി പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തി. മന്ത്രിമാരുൾപ്പെടെ മത നേതാക്കൾ ഉൾപ്പെടെ നിരവധി MP-മാർ MLA-മാർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേരുടെ അംഗീകാരങ്ങൾ നമ്മുടെ സ്ഥാപനത്തെ തേടി വന്നിട്ടുണ്ട്. അതൊക്കെ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിയ അംഗീകാരമായി നമ്മൾ വിശ്വസിക്കുന്നു. ഈ അംഗീകാരത്തിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു.